Hello, Technical Education Department under Government Polytechnic College lecture in Information Technology. തസ്തികയുടെ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 22 മുതൽ നെക്സ്റ്റ് മന്ത് 11th വരെയാണ്. ആരും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. ഉടൻ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 5th July ആണ്. നിയർലി നമുക്ക് ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ 70 days ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് 6771 ആണ്. കമ്പ്യൂട്ടർ സയൻസ് IT സ്ട്രീമുകളിൽ എക്സാമുകളൊക്കെ വരുമ്പം കണ്ടുവന്നിരിക്കുന്നത് ഒരു 20,000 മുതൽ 30,000 ആളുകളൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. ഈ കഴിഞ്ഞ പ്രോഗ്രാമർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച സമയത്തൊക്കെ 18-25,000 റേഞ്ചിലൊക്കെ ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു മികച്ച അവസരമായിരിക്കും. കാരണം അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാറില്ല. കൺഫർമേഷൻ കൊടുക്കുന്നവരെല്ലാവരും തന്നെ എക്സാമിന് എത്തിച്ചേരാറില്ല. ഇപ്പോഴും നമുക്ക് നിയർലി ഒരു 4,500 ആളുകളൊക്കെ ആയിരിക്കും എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ട് അവിടെ എത്തിച്ചേരുന്നത്. അതിൽ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നത് നിയർലി ഒരു 15% ആളുകളൊക്കെ ആയിരിക്കും. ഒരു എല്ലാ എക്സാമുകൾക്കും നമ്മളൊരു ഡേറ്റാസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15% ആളുകളൊക്കെയാണ് കാര്യമായിട്ട് എക്സാം നന്നായിട്ട് ത്രൂ ഔട്ട് പഠിച്ച് വരുന്നത്. ഇപ്പോഴൊരു 600 മുതൽ 750 ആളുകളായിരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് മത്സരിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സിലബസ് നോക്കുവാണെങ്കിൽ അതർ പോളിടെക്നിക് ബ്രാഞ്ചുകളിലെ സ്ട്രീമുകളിലെ എക്സാമുകളൊക്കെ നടത്തിയപ്പോൾ അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ സ്ട്രീമുകളിലൊക്കെ പോളിടെക്നിക് ലെക്ചർ ലാസ്റ്റ് ജൂലൈ ഓഗസ്റ്റിൽ നടത്തിയ സമയത്ത് ബേസിക് സബ്ജക്ട്സിന് 30 മാർക്കിൻ്റെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലാട്ടെ 100 മാർക്കും കോർ സബ്ജക്ട്സ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു നല്ല അവസരമായിരിക്കും. കാരണം കോർ സബ്ജക്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് കുറേ ആളുകൾ ഇപ്പോഴും എക്സാം പ്രിപ്പറേഷനിൽ നിൽക്കുവാണ്. പ്രോഗ്രാമർ, പോളിടെക്നിക് ലെക്ചർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, നെക്സ്റ്റ് മന്ത് നടക്കാതിരിക്കുന്ന ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ആ എക്സാമുകൾക്കൊക്കെ ശേഷം വലിയ ഗ്യാപ്പ് ഇല്ലാതാണ് ഈ എക്സാം വരുന്നത്. അതും കോർ സബ്ജക്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു അവസരമാണ്. 6 മോഡ്യൂൾസാണ് സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മോഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, മോഡ്യൂൾ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അതേപോലെ മോഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, മോഡ്യൂൾ 4 ഡാറ്റാ സ്ട്രക്ചർ, മോഡ്യൂൾ 5 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, മോഡ്യൂൾ 6 നെറ്റ്വർക്ക് ആൻഡ് വെബ് ടെക്നോളജി. ഇപ്പോൾ 6 മോഡ്യൂളാണ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എണസ് അക്കാഡമി നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ടായിട്ടുള്ള സജിന മിസ്സിൻ്റെ ഒരു ഫ്രീ വെബിനാർ നെക്സ്റ്റ് വെനസ്ഡേയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 60 days സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSCയുടെ പുതിയ പാറ്റേൺ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പരിശീലിക്കേണ്ടത്, ഈ ചുരുങ്ങിയ സമയത്തിൽ സബ്ജക്റ്റുകൾ എങ്ങനെ നിങ്ങൾക്ക് കവർ ചെയ്യാം, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും റെഫർ ചെയ്യേണ്ടത് ഏറ്റവും നല്ല ബുക്സ് ഏതാണ്, അതേപോലെ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകൾ കാണും. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ വെബിനാറിൽ ലൈവായിട്ട് മിസ്സിനോട് ഇൻട്രാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വെബിനാറിനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, എണസ്റ്റ് അക്കാഡമി ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിലബസിലെ എല്ലാ സബ്ജക്ട്സുകളും കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം തയ്യാറെടുക്കാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ 1-2 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, റിസൾട്ടിൻ്റെ വീഡിയോസ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രോഗ്രാമർ മെയിൻ ലിസ്റ്റിൽ അതിൻ്റെ അകത്ത് 104 പേരെ ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 30ഓളം സ്റ്റുഡൻസ് എണസ് അക്കാഡമിയുടെ ആയിരുന്നു. അതുപോലെ ലാസ്റ്റ് വീക്ക് വന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിയർലി 24 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 8ഓളം ഉദ്യോഗാർത്ഥികൾ എണസ് അക്കാഡമിയുടെ ആയിരുന്നു. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാക്കൽറ്റീസ് റെഡിയാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ എണസ് അക്കാഡമിയോടൊപ്പം ഇത് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾ ദി ബെസ്റ്റ്.